കുംഭസാരം എന്ന കൂദാശ. കുംഭസാരം എന്ന കൂദാശയ്ക്ക് പല പേരുകളുണ്ട്. സാക്രമെൻ്റ് ഓഫ് പെനൻസ്, പ്രായശ്ചിത്തത്തിൻ്റെ കൂദാശ. സാക്രമെൻ്റ് ഓഫ് റെക്കൺസീലിയേഷൻ, അനുരഞ്ജനത്തിൻ്റെ കൂദാശ. പിന്നെ കൺഫെഷൻ, ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ. എന്താണ് ഈ കൂദാശയുടെ അടിത്തറ? യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുന്ന രംഗമുണ്ട്. പത്രോസിൻ്റെ അടുക്കലെത്തിയപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ കാലുകൾ കഴുകാൻ പാടില്ല, നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ അനുവദിക്കില്ല. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നിനക്ക് മനസ്സിലാകില്ല, പിന്നീട് നീ തിരിച്ചറിയും. പത്രോസ് കണിശമായി പറഞ്ഞു, എൻ്റെ കാലുകൾ കഴുകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. യേശു വളരെ വ്യക്തമായി പറഞ്ഞു, നിൻ്റെ കാലുകൾ കഴുകാൻ നീ എന്നെ അനുവദിക്കുകയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പങ്ക് എന്നതിന് ഉപയോഗിക്കുന്ന ഹെബ്രായ വാക്ക് ഹെലേക്ക് എന്നാണ്. ഹെലേക്ക് എന്നതിൻ്റെ ഒരു സാങ്കേതിക പദമാണ്. പിതൃസ്വത്തിൽ ഓഹരി എന്നാണ് അതിൻ്റെ അർത്ഥം. പങ്കാളിത്തം, ഓഹരി. പത്രോസ് അവൻ്റെ കാലുകൾ കഴുകാൻ യേശുവിനെ അനുവദിക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ പിതൃസ്വത്തിൽ പത്രോസിന് പങ്കാളിത്തം ഉണ്ടാകില്ല, ഓഹരി ഉണ്ടാകില്ല. വളരെ പ്രായോഗിക മനുഷ്യനായിരുന്നു പത്രോസ്. ഉടനെ തന്നെ ഓഹരി, പങ്കാളിത്തം, പിതൃസ്വത്ത് എന്നൊക്കെ കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ കാലുകൾ മാത്രമല്ല, കൈകളും മുഖവും ദേഹം മുഴുവൻ എന്നെ കുളിപ്പിക്കണം, എൻ്റെ കാലുകൾ കഴുകണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഓഹരിയെല്ലാം പിതൃസ്വത്തെല്ലാം എനിക്ക് പോരട്ടെ, മറ്റാർക്കും വേണ്ട എന്നാണ് അർത്ഥം. യേശു അവനോട് പറഞ്ഞു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ ദേഹമാസകലം ശുദ്ധിയുള്ളവനാണ്. കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. എന്താണ് യേശു ഉദ്ദേശിക്കുന്ന കുളി? അത് ജലത്താലും ആത്മാവിനാലുമുള്ള സ്നാനമാണ്, മാമോദിസയാണ്. എന്താണ് മാമോദിസയിൽ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ മുക്കിയെടുക്കുകയാണ് ഈ വ്യക്തിയെ. പരിശുദ്ധാത്മാവിനാൽ പൊതിയപ്പെടുകയാണ്, എൻവലപ്ഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അതിനാൽ മാമോദിസ സ്വീകരിച്ച വ്യക്തി എത്ര വലിയ തിന്മ ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും അത് അവനെ ആസകലം അശുദ്ധനാക്കുകയില്ല. അവൻ്റെ കാലുകൾ വൃത്തികേടാകുന്നത് പോലെയാണ്. അങ്ങനെ മാമോദിസയ്ക്ക് ശേഷം പാപം ചെയ്യാൻ ഇടയായാൽ യേശു അവൻ്റെ കാലുകൾ കഴുകാൻ അനുവദിക്കണം. അങ്ങനെ യേശു തങ്ങളുടെ കാലുകൾ കഴുകാൻ അനുവദിക്കുന്ന ആ സ്ഥലമാണ് കുംഭസാരക്കൂട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ ജന്മന അന്ധനായവൻ്റെ കണ്ണുകളിൽ ചെളി പൂശിയിട്ട് സിലോഹക്കുളത്തിൽ പോയി കുളിക്കുക എന്ന് പറയുന്നുണ്ട് യേശു. അവൻ സിലോഹക്കുളത്തിൽ പോയി കണ്ണുകൾ കഴുകി കാഴ്ചയുള്ളവനായി. ഇങ്ങനെ യേശു നമ്മുടെ കാലുകൾ കഴുകുന്ന സീലോഹ കുളമാണ് കുംഭസാരക്കൂട്. ഞാൻ ആവർത്തിക്കുകയാണ്, മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന, ഇത് 3 സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരാൾ യേശുവിൽ ഉൾച്ചേർന്നു, പരിശുദ്ധാത്മാവിൽ പൊതിയപ്പെട്ടു, സഭയുടെ അംഗമായി. അതിനുശേഷം പാപം ചെയ്യാൻ ഇടയായാൽ അവർ യേശുവിനെ തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ അനുവദിക്കുന്ന സീലോഹ കുളമാണ്